ത്രിയേക ദൈവത്തിന് സ്തുതി. മലങ്കര മാർത്തോമ സുറിയാനി സഭയിൽ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ വളരെ പ്രാധാന്യമുള്ള ഇടവകയാണ് മുളക്കര സെന്റ് തോമസ് മാർത്തോമ ഇടവക. 1901 ഫെബ്രുവരി മാസം 3-ാം തീയതി ഈ ഇടവക സ്ഥാപിതമായി. ആദ്യത്തെ വികാരിയായി കൊച്ചാലം പാലയ്ക്കൽ കോശി കത്തനാറ് ഈ ഇടവകയിൽ ശുശ്രൂഷകൾ നിർവഹിച്ചു. ഭാഗ്യസ്മരണീയനായ തീത്തോസ് ദ്വിതീയൻ മാർത്തോമ മെത്രാപ്പൊലീത്ത ആദ്യത്തെ ദേവാലയത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ചു. ഓലമേഞ്ഞ ഒരു ദേവാലയത്തിൽ നിന്ന് ചുരുങ്ങിയ വീട്ടുകാരുമായി ആരംഭിച്ച ഈ ഇടവക ദൈവത്തിന്റെ കാരുണ്യത്താൽ ഇന്ന് 400-ൽ പരം ഭവനങ്ങളുള്ള ഇടവകയായി ദൈവം തമ്പുരാൻ ഉയർത്തി. ഈ കാലങ്ങളിൽ ആധ്യാത്മികമായും ഭൗതികമായും അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ ദൈവം തമ്പുരാൻ കൃപ ചെയ്തു. നമ്മുടെ ഇടവകയുടെ മകനും നമ്മുടെ അഭിമാനവുമാണ് അഭിവന്യ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി. ഈ കാലങ്ങളിൽ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന് ധന്യമായ നേതൃത്വം നൽകുന്നു. കഴിഞ്ഞ 125 വർഷത്തിന്റെ ഇടവകയുടെ പ്രവർത്തനത്തിന്റെയും സാക്ഷ്യത്തിന് ഫലമായി അനേകരെ സഭാ ശുശ്രൂഷയും വൈദികരായും സുവിശേഷകരായും നൽകുവാന് നമുക്ക് സാധിച്ചു. അവരുടെ ജീവിതത്തെയും സാക്ഷ്യത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വരും കാലങ്ങളിലും അനേകരെ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ പ്രവർത്തിപ്പാന് നമുക്ക് ഒരുക്കാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ ദേവാലയം 2017-ാം ആണ്ട് മാർച്ച് മാസം 18-ാം തീയതി ഭാഗ്യസ്മരണീയനായ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി കൂദാശ ചെയ്ത ദേവാലയമാണ്. നമ്മുടെ ഇടവക 125-ാം വർഷം പൂർത്തീകരിക്കുകയാണ്. ഇടവക ദിനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി മാസം 5, 6, 7 തീയതികളിൽ വ്യാഴം, വെള്ളി, ശനി ദിനങ്ങളിൽ വൈകിട്ട് 6 മുതൽ ഇടവക കൺവെൻഷൻ ക്രമീകരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസം 5-ാം തീയതി വ്യാഴാഴ്ച കറ്റാനം സെന്റ് തോമസ് മിഷൻ ഹോസ്പിറ്റലിൽ ചാപ്ലനായി ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട രജി തോമസ് അച്ഛൻ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. വെള്ളി, ശനി ദിനങ്ങളിൽ ഫെബ്രുവരി മാസം 6, 7 തീയതികളിൽ പുനലൂർ സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ വികാരി പുതിയ നിയമ പണ്ഡിതനുമായി ബഹുമാനപ്പെട്ട റവറൻ ഡോക്ടർ മോത്തി വർക്കി അച്ഛൻ വചന ശുശ്രൂഷ നൽകും. ഇടവക ദിനമായി ഫെബ്രുവരി മാസം 8-ാം തീയതി വേർതിരിച്ചിരിക്കുന്നു. അന്നേ ദിവസം ഇടവക ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി വരത്തക്ക രീതിയിൽ കുടുംബ സംഗമം ക്രമീകരിച്ചിരിക്കുകയാണ്. രാവിലെ 8:30-ക്ക് വിശുദ്ധ കുർബാന മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായ തിഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി ആരാധനയ്ക്ക് നേതൃത്വം നൽകുകയും തുടർന്ന് ശതോത്തര രജത് ജൂബിലിയുടെ സമാപന സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നൽകുകയും ചെയ്യും. ഫെബ്രുവരി മാസം 8-ാം തീയതി ഉള്ളതായ ആരാധനയിൽ നമ്മുടെ ഇടവകയിലുള്ളതായ 6 കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് കർത്താവിന്റെ തിരുമേശയിൽ സംബന്ധിക്കുവാൻ പോകും. ഈ കാലങ്ങളിൽ സമൂഹത്തിനും വ്യക്തികൾക്കും നന്മ ചെയ്യുന്ന അനേക പ്രൊജക്റ്റുകൾ ചെയ്യുവാൻ നമുക്ക് സാധിച്ചു. അതിന് നേതൃത്വം നൽകിയത് ഇടവകയുടെ ശതോത്തര ജൂബിലി കമ്മിറ്റി, അതേപോലെ ഇടവക കൈസ്ഥാന സമിതി അംഗങ്ങളുമാകും. ഇടവക ജനങ്ങൾ എല്ലാവരും ഇതിൽ ഏറ്റവും ആത്മാർത്ഥമായി പങ്കെടുത്തു എന്ന് നന്ദിയോട് ഓർക്കുന്നു. നമ്മുടെ ഇടവകയുടെ ചരിത്രവും പ്രവർത്തനങ്ങളും എടുത്തു കാണിക്കുന്ന ഒരു മ്യൂസിക്കൽ വീഡിയോയും അന്നേ ദിവസം പ്രദർശിപ്പിക്കുന്നതായിരിക്കും. കേരളത്തിന്റെ പുറത്തും വിദേശത്തുമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ അന്നേ ദിവസം എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്കായി അന്നത്തെ ശുശ്രൂഷ ലൈവ് സ്ട്രീമിംഗിലൂടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീക്രട്ട് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ DSMCയിലൂടെ ചെയ്യുന്നതായി. ഇടവക ജനങ്ങളുടെ പ്രാർത്ഥനാ സഹകരണം എല്ലാ കാര്യത്തിലും ഉണ്ടാകണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഇടവകയുടെ പൂർവികരായ നമ്മുടെ മാതാപിതാക്കന്മാരുടെ നേതൃത്വവും പ്രാർത്ഥനാ ജീവിതവും ഇടവകയ്ക്ക് നൽകിയതായ ചൈതന്യവും നമുക്ക് നന്ദിയോട് ഓർക്കാം. ദൈവത്തെ സ്തുതിക്കാം. ഈ സുദിനം എല്ലാവരും കുടുംബമായി പങ്കെടുക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മുടെ ഇടവകയും നമ്മെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.